വഖഫ് നിയമ ഭേദഗതി തന്നെയാണ്. ബില്ല് രാജ്യസഭ കൂടി പാസാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ പാർലമെന്റ് കടന്നിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല്. ഇന്നലെ രാജ്യസഭയിൽ വലിയ പ്രതിഷേധം കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത്. രാജ്യസഭയിൽ അവതരിപ്പിക്കുമ്പോൾ 14 മണിക്കൂറാണ് ചർച്ച നീണ്ടുനിന്നത്. 128 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു, 95 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പ്രതിപക്ഷ ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ തള്ളുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബില്ല് പാസാക്കിയിരുന്നു. ഇനി രാഷ്ട്രപതി ഒപ്പിടുക എന്ന സാങ്കേതികപരമായ നടപടിക്രമം മാത്രമാണ് നിയമമാകാൻ ആ ബില്ലിന് ബാക്കിയുള്ളത്. പക്ഷേ അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് വസ്തുത. വിവിധ സംഘടനകളൊക്കെ ഇപ്പോൾ തന്നെ കോടതികളിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് പുതിയ വഖഫ് നിയമം തന്നെയായിരിക്കും. വിഷ്ണു തലവൂർ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അങ്ങനെ പാർലമെന്റ് കടന്നിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധമെല്ലാം അവഗണിച്ചുകൊണ്ട് ബില്ല് രാജ്യസഭയും പാസാക്കിയിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി വിവാദമായ പുതിയ നിയമ ഭേദഗതി ബില്ല് രാജ്യത്തിന്റെ വഖഫ് നിയമമാകും. ഗുഡ് മോർണിംഗ് മേനു. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് രാജ്യസഭ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയത്. 14 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതികൾ എല്ലാം തള്ളിക്കൊണ്ട് ഇപ്പോൾ ബില്ല് പാസ്സാക്കുന്ന സമീപനം നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതിയിലൂടെ മുസ്ലിം വിഭാഗത്തെ കൃത്യമായി ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആ ഭേദഗതികളിൽ വലിയ മാറ്റം വരുത്തണം എന്നതടക്കം പ്രതിപക്ഷം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടക്കത്തിൽ ആദ്യം ഈ വഖഫ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നായിരുന്നു ബില്ല് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് കൈമാറിയത്. പിന്നീട് ആ സംയുക്ത പാർലമെൻ്ററി സമിതി യോഗങ്ങളിലും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം 44 ഭേദഗതികൾ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ സമിതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ജഗദാംബിക പാൽ അധ്യക്ഷനായിട്ടുള്ള ആ സമിതി പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതികൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതികൾ ഒന്നും അംഗീകരിക്കാതെയായിരുന്നു സംയുക്ത പാർലമെൻ്ററി സമിതി വഖഫ് ഭേദഗതി ബില്ല് വീണ്ടും കൈമാറിയത്. ആ ബില്ലാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിലും ഇന്നലെ രാജ്യസഭയിലും ഇപ്പോൾ പാസ്സാക്കിയെടുത്തിരിക്കുന്നത്. രാജ്യസഭയിൽ 128 അംഗങ്ങളാണ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. 95 അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു. വലിയ തലത്തിലുള്ള ഒരു വാക്പോര് നമ്മൾ ഇന്നലെ രാജ്യസഭയിൽ കണ്ടതാണ്. ലോക്സഭയിലേതിന് സമാനമായി തന്നെ വലിയ പ്രതിഷേധം, എതിർപ്പ് തന്നെയായിരുന്നു രാജ്യസഭയിലും ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് CPIM എം പിമാരുൾപ്പെടെ, ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഇന്നലെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയം വഖഫ് ഭേദഗതിയിലൂടെ ഈ മുസ്ലിം വിഭാഗത്തെ തന്നെ ആ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ നീക്കങ്ങൾ ചെയ്യുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, അനുച്ഛേദം 27 വിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷം നിരവധി ഭേദഗതികളാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോഴും കേന്ദ്ര മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നതടക്കമുള്ള വിമർശനം ഇത്തരത്തിൽ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വഖഫ് നിയമം കൊണ്ടുവന്നത് എന്നതടക്കമാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ ഒരു വിശദീകരണം നടത്തിയത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മറ്റ് സമുദായങ്ങളുടെ കാര്യങ്ങളിൽ ഇല്ലാത്തതുപോലെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ, ഈ ബോർഡ് അംഗങ്ങളിൽ അമുസ്ലിങ്ങളെ നിയമിക്കാനുള്ള ഭേദഗതിയും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഭേദഗതികൾ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കൃത്യമായി തന്നെ ഉയർന്നിരുന്നു. ആ ഭേദഗതി പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതികൾ ഒക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാജ്യസഭ ബില്ല് പാസ്സാക്കിയത്. എന്തായാലും ഈ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി വഖഫ് ഭേദഗതി ബിൽ രാജ്യത്ത് നിയമമായി വരികയും ചെയ്യും. എന്നിരുന്നാൽ പോലും ശക്തമായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനുള്ള ആലോചനകൾ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളും വിവിധ സംഘടനകൾ കൈക്കൊണ്ടിട്ടുണ്ട്. സമസ്ത
ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് DMK സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി നിയമം ആയിക്കഴിഞ്ഞാലും വഖഫ് ഭേദഗതി ബില്ലിന്മേൽ വലിയ തലത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ എത്തുക. മനു, കാരണം നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നമ്മുടെ ഭരണഘടന മുസ്ലിം വിഭാഗത്തിന് അനുവദിച്ചു നൽകിയിരുന്ന അവരുടെ മതപരമായ സ്വാതന്ത്ര്യത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ സമസ്തയൊക്കെ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.